അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. വന്നുപോയ തെറ്റുകളും ന്യൂനതകളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല അല്ലാഹ്. നിന്റെ മുന്നിൽ യാചിക്കാമെന്ന് നിൽക്കുന്ന അടിമകളാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പണവോ അധികാരമോ ഒന്നും വേണ്ട. ഞങ്ങൾ ചെയ്ത പാവം ഒന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്നിറങ്ങി പോകുമ്പോൾ പാപങ്ങൾ പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗപൂങ്കാവനമാക്കണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ തരണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ റബ്ബേ, ട്യൂമർ നൽകല്ലേ അല്ലാഹ്. ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാഹ്. സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാൻ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ കണ്ണുനീര് ഉടുപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവൻ. ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാഹ്. എല്ലാരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖറബിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്രയും നേരെ ഈ സദസ്സിലിരുന്ന എൻ്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. അവർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ പടച്ചവനെ പരീക്ഷ എഴുതി നല്ല വിജയം കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ചോദിച്ചപ്പോൾ അല്ലാഹുവേ 70-ഓളം പേര് റബ്ബേ ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിയത്ത് ചെയ്തു. അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, നീ ഏറ്റെടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ റഹ്മാനെ. ഇവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിലെ സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകർ അവരുടെ ദഅവത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ,
പടച്ചവനെ റബ്ബേ, എൻ്റെ കൂടെ വന്ന അല്ലാഹുവേ പടച്ചവനെ ഇസ്മായിൽ ഖാസിമി ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ലത്തീഫിക്കവിടെ ഉൾപ്പെടെ എൻ്റെ കൂടെ വന്ന 3 സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ മക്കളെ ഹാഫിദീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ സ്നേഹബന്ധം നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഉപ്പയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാൻ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. റബ്ബേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, ഭക്ഷണവും മരുന്നും വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കില്ല അല്ലാ. അല്ലാഹുവേ, ഒരാളുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ റഹ്മാൻ. ഇസ്സത്ത് നിലനിർത്തി തരണേ പടച്ചവൻ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. കാഫിറിനെക്കാളും വലിയ ശിക്ഷ മുനാഫിക്കിനാണെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, സുഖമില്ലാഞ്ഞിട്ടും ഈ സദസ്സിൽ നിന്ന ഈ കാല് നീ സ്വർഗത്തിൽ ചവിട്ടാൻ ഭാഗ്യം തരണേ പടച്ചവൻ. സിറാത്തിൽ നിന്ന് തെറ്റി നരകത്തിൽ വീഴുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വഅദ് ലൈവായി കാണുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജബ്ബാർ ഉസ്താദിന്റെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശൈഖുനാ റബ്ബേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ഉസ്താദന്മാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ വാപ്പാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മച്ചിയുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ പെണ്ണിനെ നീ സാലിഹത്താക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എൻ്റെ 2 മക്കളെയും നീ ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കി തരണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് കഴിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നല്ല ഭരണാധികാരികളെ നൽകണേ അല്ലാ. അഹങ്കാരികളുടെ കയ്യിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ബദരീങ്ങളെ സഹായിച്ച അല്ലാ, ഞങ്ങളെ നീ കൈവിടല്ലേ തമ്പുരാൻ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു. നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയാക്കണേ നാഥ. اللهم رب ارحمهما كما ربياني صغيرا. اللهم بارك لنا في شعبان وبلغنا شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനിയും കാണാൻ
അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സുഹൃത്ത് മൈക്കസെറ്റിൻ്റെ പ്രവൃത്തി എവിടെ പോയാലും വരുന്ന സഹോദരന അള്ളാഹു അദ്ദേഹത്തിൻ്റെ വീട് അള്ളാഹുവെ സന്തോഷവും സമാധാനവുമുള്ള വീടാക്കി കൊടുക്കണേ തമ്പുരാൻ. 6,266 രൂപ സദഖ ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.